ഉപ്പുതറ കാക്കത്തോട്ടിലെ കാട്ടാന ശല്യത്തിന് നടപടിയെടുത്ത് വനംവകുപ്പ് 25-അംഗ RRT ടീമിനെ കാട്ടാനയെ തുരത്തുവാൻ കാക്കത്തോട്ടിലെത്തിച്ചു. കാട്ടാനയെ നിരീക്ഷിക്കുവാൻ ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടാനയെ എങ്ങനെ തുരത്തണമെന്ന് കർഷകരുമായി ചർച്ച ചെയ്ത ശേഷമാണ് നടപടി ആരംഭിച്ചത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി കുടിയേറ്റ മേഖലയായ ഉപ്പുതറ കാക്കത്തോട് കാട്ടാനയുടെ പിടിയിലാണ്. തുടർച്ചയായി കാട്ടാന ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുകയായിരുന്നു. ഒരു മാസം കൊണ്ട് കർഷകരുടെ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിദേഹണ്ഡങ്ങളാണ് നശിപ്പിച്ചത്. കാട്ടാന കർഷകരുടെ വീടിന്റെ മുറ്റത്ത് വരെ എത്തിത്തുടങ്ങിയത് കർഷകരുടെ ജീവന് ഭീഷണിയായി. ഇതോടെ പ്രദേശത്ത് വനം വകുപ്പിനെതിരെ ജനരോഷവും ആളിക്കത്തി. ഈ സാഹചര്യത്തിലാണ് വനം വകുപ്പിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള RRT ടീമിനെ ഇവിടെ എത്തിച്ചത്. കാഞ്ചാർ റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കാട്ടാനയെ കണ്ടെത്താനും ഉൾവനത്തിലേക്ക് കയറ്റിവിടാനും നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കാട്ടാന ശല്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു RRT നമ്മുടെ പീരുമേട് RRT ടീം അവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇപ്പം റെയിൽവേ സ്റ്റാഫുകൾ എല്ലാവരും കൂടിയിട്ട് ആന വരുന്ന വഴിയെല്ലാം നമ്മൾ ആന കടക്കാതിരിക്കാനും നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രോൺ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പം ഡ്രോൺ ഉപയോഗിച്ചുള്ളൊരു നിരീക്ഷണം നടത്തുക. പിന്നെ ബാക്കി ഈ ആനയെ സൗണ്ട്, അതായത് കടുവയുടെ സൗണ്ടൊക്കെ ഉള്ള സൗണ്ടൊക്കെ എത്തിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അത് ഫലപ്രദമായി ചെയ്യാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആനശല്യം കുറയുന്നോടം വരെ ഇത് ചെയ്യാമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നടപടി ആരംഭിക്കും മുമ്പ് കർഷകരുടെ അഭിപ്രായം കൂടി ഉദ്യോഗസ്ഥർ ആരാഞ്ഞു. സംഘത്തെ സഹായിക്കാൻ കഴിയുന്നവരെ കൂടി സംഘത്തോടൊപ്പം കൂട്ടിയാണ് ആനയെ കണ്ടെത്താനും തുരത്താനും നടപടി ആരംഭിച്ചത്. കാട്ടാന ശല്യം കാക്കത്തോട്ടിൽ ഒഴിയും വരെ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സംഘത്തിന്റെ തീരുമാനം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.